എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു ഉച്ചയൂണ് തന്നെയാണ്. നല്ല കുത്തരി ചോറിന് കൊഞ്ച് തീയലാണ് കേട്ടോ എന്ന് വെച്ചിരിക്കുന്നത്. ഞാൻ ഉണ്ടാക്കുന്ന കൊഞ്ച് തീയൽ ഇതിന് മുൻപ് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്നാലും ഇന്ന് ഞാനൊന്ന് ഓടിച്ച് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ, കണ്ടു നോക്കുക. അതിനൊപ്പം നമ്മളുടെ വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടിയാണ്. പെട്ടെന്ന് തയ്യാറാക്കാം കേട്ടോ. വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടി ഒരു പ്രത്യേക രീതിയിലാണ് തയ്യാറാക്കിയിരിക്കുന്നത്. വളരെ ടേസ്റ്റിയാണ് കേട്ടോ. ഇതിന് കൂട്ടായിട്ട് കുക്കുംബർ സാലഡ്, ടൊമാറ്റോയും കുക്കുംബറും കൂടിയുള്ള സാലഡാണ്. പിന്നെ നമ്മൾ അന്ന് ഉണ്ടാക്കിയ നാരങ്ങയില്ലേ, ആ നാരങ്ങയാണ് കേട്ടോ ഇത്. അപ്പോൾ എങ്ങനെയാണ് പെട്ടെന്നൊരു കൊഞ്ച് തീയൽ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് കാണിച്ചു തരാം. അതിന് വേണ്ടിയിട്ട് കുറച്ച് കുമ്പളങ്ങ അല്ലെങ്കിൽ വെള്ളരിക്ക എടുക്കാം, അതുപോലെ കുറച്ച് വെണ്ടയ്ക്ക, 2-3 വെണ്ടയ്ക്ക എടുത്തിട്ടുള്ളൂ, 2 മുരിങ്ങക്കായ, പിന്നെ ഒരു സവോള, മീഡിയം സൈസ് സവോളയും കൂടി അരിഞ്ഞത് ഞാനതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചിലവർ കൊഞ്ച് മാത്രം ഇട്ട് തീയലുണ്ടാക്കും, അങ്ങനെയും ചെയ്യാം. ഞാൻ കുറച്ച് വെജിറ്റബിൾസും കൂടി ചേർത്തിട്ടാണ് കേട്ടോ ചെയ്യാറ്. ഇതിന് വേണ്ടിയിട്ട് ഏകദേശം ഒരു 300-350 ഗ്രാം കൊഞ്ച് കഴുകി വൃത്തിയാക്കിയിട്ടുള്ള കൊഞ്ച് ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ബാക്കി ഞാനവിടെ വെച്ചു കേട്ടോ, റോസ്റ്റിനോ അല്ലെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും തയ്യാറാക്കാൻ വെച്ചിട്ട് മാറ്റി വെച്ചു. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനൊരു കുക്കറിലാണ് കേട്ടോ തയ്യാറാക്കുന്നത്. നമുക്ക് കുക്കറിലൊന്ന് വേവിച്ചെടുത്തതിന് ശേഷം നമുക്ക് വേണ്ട പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാമല്ലോ, പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുകയും ചെയ്യും. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം. ഞാനൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. വെള്ളം ചേർത്ത് നമുക്ക് ഒന്ന് ഇളക്കി കൊടുത്ത് വേവിച്ചെടുക്കാം. ഓരോരുത്തരുടെ കുക്കറിനനുസരിച്ചിട്ട് 1-2 വിസിൽ ചേർത്ത് വേവിച്ചെടുക്കാം. ഞാൻ ഏകദേശം ഒരു വിസിൽ തന്നെ കേട്ടോ ചേർക്കുന്നുള്ളൂ, അപ്പോഴേക്കും കറക്റ്റാവും. കഷ്ണങ്ങളൊക്കെ പാകത്തിന് വെന്ത് കിട്ടുകയും ചെയ്യുന്ന, ഒരുപാട് ഉടഞ്ഞ് പോവില്ല കേട്ടോ. നിങ്ങൾക്ക് വെണ്ടയ്ക്ക വേണമെങ്കിൽ ലാസ്റ്റ് ചേർത്താലും മതി. ഞാൻ ഇപ്പോൾ എല്ലാം കൂടിയിട്ട് കുക്കറിൽ വേവിക്കുന്നേ ഉള്ളൂ. പിന്നെ ഇനി ഇതൊരു വറുത്തെടുക്കാനുള്ള കുറച്ച് ചേരുവ നമുക്ക് വറുത്തെടുക്കാം. അതിന് വേണ്ടിയിട്ടൊരു പാന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. കുക്കർ ഞാൻ മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്ത് അടച്ചു വെച്ച് വേവിക്കാൻ വെച്ചു കേട്ടോ. ഇനി പാനിലേക്ക് ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് 1 ടീസ്പൂൺ സാമ്പാർ പരിപ്പും 1 ടീസ്പൂൺ മല്ലിയും കൂടിയും ചേർത്ത് 1/2 ടീസ്പൂൺ ഉലുവയും 1 ടീസ്പൂൺ പെരിഞ്ചീരകം കൂടിയും ചേർത്തിട്ടുണ്ട് കേട്ടോ. കൊഞ്ച് തീയലിന് പെരിഞ്ചീരകം നല്ല ടേസ്റ്റാണ്. അതിലേക്ക് ഒരു മുറി നാളികേരം കൂടിയും ചിരകിയത് ചേർത്ത് കൊടുത്ത് നമുക്ക് വഴറ്റി കൊടുക്കാം. എരിവിന് അനുസരിച്ച് ഒരു 5-6 വറ്റൽമുളക് കൂടി ചേർത്ത് കൊടുക്കാം. ഓരോരുത്തരുടെ എരിവിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. ഞാനിതിൽ ഒരു 6-7 വറ്റൽമുളക് ചേർത്തിട്ടുണ്ട്. തീയലുണ്ടാക്കുമ്പോൾ അത്യാവശ്യം എരിവിലാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കാറ്. ഇനി നമുക്ക് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്ത് നന്നായിട്ട് ചുമന്ന് വറുത്തെടുക്കണം. തീയലിൻ്റെ വറവൊക്കെ എല്ലാവർക്കും അറിയുന്നതല്ലേ. ഒന്ന് നാളികേരമൊക്കെ ചുമന്ന് വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് കുരുമുളകും ചേർക്കാം കേട്ടോ. ചില സമയത്ത് ഞാൻ കുരുമുളകും ചേർത്തുണ്ടാക്കാറുണ്ട്. ഇനി നന്നായിട്ട് ഇതുപോലെ ബ്രൗൺ കളറായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല ചമ്മന്തിപ്പൊടിയുടെ പരുവത്തിനനുസരിച്ചിട്ട് നമുക്ക് കണ്ടോ ഇതുപോലെ കിട്ടിയപ്പോൾ ഞാൻ മാറ്റി വെച്ച്. ഇനി നമുക്കത് തണുത്തതിന് ശേഷം ഒട്ടും വെള്ളം ചേർക്കാതെയും അരയ്ക്കാം, വെള്ളം ചേർത്തിട്ടും അരയ്ക്കാം. ഓക്കെ, അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. വെള്ളം ചേർക്കാതെ അരയ്ക്കുകയാണെങ്കിൽ നമുക്ക് നല്ലോണം അതൊന്ന് എണ്ണയൊക്കെ തെളിഞ്ഞ് വരും കേട്ടോ. ഇനി നമുക്കിത് ചൂടാറട്ടെ. ഇനി കഷ്ണങ്ങളൊക്കെ വെന്തത് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. നമ്മുടെ കൊഞ്ചൊക്കെ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് പുളിവെള്ളമാണ് കേട്ടോ. ചെറുനാരങ്ങ വലുപ്പത്തിലുള്ള പുളി പിഴിഞ്ഞ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒപ്പം തന്നെ ഒരു മീഡിയം സൈസിലുള്ള തക്കാളി കൂടി ചേർത്ത് കൊടുക്കാം. നന്നായി തിളക്കട്ടെ. ഈ സമയത്ത് കുറച്ച് വെള്ളം ചേർത്തിട്ട് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വെള്ളം ചേർത്തിട്ടോ ചേർത്താതെ അരയ്ക്കാം, നിങ്ങളുടെ ഇഷ്ടമാണ്. ഞാൻ കുറച്ചൊന്ന് വെള്ളം ചേർത്തിട്ടാണ് അരച്ചെടുത്തത്. ഇനി ഇതിലേക്ക് മിക്സി കഴുകിയ വെള്ളവും കാശ്മീരി മുളക് പൊടി ഏകദേശം ഒരു 1/2 ടീസ്പൂൺ, 1/2 തൊട്ട് 3/4 ടീസ്പൂൺ വരെയും കൂടി ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായി ഇളക്കി കൊടുക്കാം. നല്ലൊരു കളറിന് വേണ്ടിയിട്ടാണ് കേട്ടോ മുളക് പൊടി ചേർത്തത്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പുണ്ടോയെന്നോ വെള്ളമൊക്കെ എങ്ങനെയാണ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് ഒരല്പം ഉപ്പും കുറച്ച് വെള്ളം കൂടിയും ചേർത്ത് നല്ലോണം ഇതുപോലെ നേർപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി തിളച്ച് വരുമ്പോൾ ഒന്ന് കുറുകും ചെയ്യും. കറി നന്നായി തിളക്കട്ടെ. ഈ സമയത്ത് ഒരു തണ്ട് കറിവേപ്പില കൂടിയും ചേർത്ത് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്ത് നമുക്ക് അടച്ച് വെച്ച് നന്നായി തിളയ്ക്കുന്നവരെ വെയിറ്റ് ചെയ്യാം. അതവിടെ ഇരുന്ന് തിളക്കട്ടെ. ആ സമയത്ത് നമുക്ക് വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടിക്കുള്ളത് തയ്യാറാക്കാം. അതിനാവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കടുക് പൊട്ടി വരുന്ന സമയത്ത് ഇതിലേക്ക് ചേർക്കാനുള്ളത് അരിയാണ് കേട്ടോ. നമ്മൾ ഭക്ഷണം കഴിക്കുന്ന ഊണ് കഴിക്കുന്ന അരി 1 ടീസ്പൂണ്, ഉഴുന്നുപരിപ്പ് 1 ടീസ്പൂണ്, കടലപ്പരിപ്പ് 1 ടീസ്പൂണ്, ഈ 3ഉം കൂടിയും ചേർത്ത് അരി നന്നായി പൊട്ടി ചുമന്ന് ഈ പരുവത്തിലാവണം കേട്ടോ. ഇങ്ങനെ ആയതിന് ശേഷമാണ് നമ്മൾ വെണ്ടയ്ക്ക ചേർക്കുന്നത്. ഇതുപോലെ നിങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ടോ? നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. ഇങ്ങനെ വെണ്ടയ്ക്ക മാത്രമല്ല കേട്ടോ, പടവലങ്ങ, കോവയ്ക്ക ഒക്കെ ഇതുപോലെ ട്രൈ ചെയ്യാം കേട്ടോ. നല്ലൊരു സ്വാദാണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണേ. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇപ്പം ഞാനൊന്ന് മീഡിയം ഫ്ലെയിമിൽ തന്നെ സ്റ്റൗ വെച്ച് കൊടുത്ത് ഒന്ന് എല്ലാം കൂടി ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് പിന്നെ ഇതിലേക്ക് വേണ്ടത് സവോളയാണ് കേട്ടോ. മീഡിയം സൈസിലുള്ള സവോള ഒരെണ്ണം കനം കുറഞ്ഞ് അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്.
പിന്നെ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും എരിവിനനുസരിച്ച് മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. ഞാനൊരു 1 തൊട്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. ഒരു 3/4 ടീസ്പൂണോളം എരിവുള്ള മുളക് പൊടിയും കൂടി ചേർത്ത് ഇളക്കി കൊടുക്കുന്നുണ്ട്. മുളക് പൊടിയൊക്കെ എരിവ് നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർക്കുക. ചിലവർ ഇതിൽ പച്ചമുളക് ചേർക്കും. പച്ചമുളക് ചേർത്താലും നല്ല തന്നെയാണ് കേട്ടോ. മുളക് പൊടിക്ക് പകരം നിങ്ങൾക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് വെള്ളം ഒന്ന് തെളിച്ച് കൊടുക്കണേ ഉള്ളൂ. ഒന്ന് തെളിച്ച് കൊടുത്ത് സ്റ്റൗ ലോ ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുത്ത് നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒന്ന് അടച്ചു കൊടുക്കാം. അടച്ച് ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ഇത് നന്നായി വെന്ത് കിട്ടും. ഈ നേരം കൊണ്ട് നമ്മുടെ കറിയൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. തീയിൽ നന്നായി തിളച്ച് പാകത്തിന് പരിവായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് തീയിലേക്ക് വറുത്തിടാം. വെളിച്ചെണ്ണയിലേക്ക് ഉലുവയും കടുകും ചേർത്ത് പൊട്ടി വരുന്ന സമയത്ത് ചെറിയ ഉള്ളി ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും കൂടിയും ചേർത്ത് കൊടുത്ത് നമ്മുടെ വറവ് തയ്യാറായിട്ടുണ്ട് കേട്ടോ. ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് കൊട്ടി കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ കൊഞ്ചിതിയിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഈ കറി ഞാൻ നേരത്തെ പോസ്റ്റ് ചെയ്തിട്ടുള്ള അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. വിശദമായിട്ട് നിങ്ങൾക്ക് കാണാം. ഇപ്പം നമ്മുടെ വെണ്ടയ്ക്കൊക്കെ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഒന്ന് ഇളക്കി കൊടുക്കുക. ഉപ്പെല്ലാം പാകത്തിനാണോ എന്നൊന്ന് നോക്കി നോക്കാം. വെന്തോ എന്നുള്ളത് നമുക്ക് ഈ സമയം നോക്കാം. എരിവ് ഉപ്പൊക്കെ ഈ പാകത്തിനാണോ നോക്കാം. അപ്പോൾ എല്ലാം പാകമാണ്. ഇനി വേണമെങ്കിൽ ഒരല്പം കൂടി എണ്ണയൊക്കെ ഒഴിച്ച് നല്ലോണം നീര് വലിച്ച് മുരിച്ച് വേണമെങ്കിൽ എടുക്കാം. ഞാനിപ്പോൾ അങ്ങനെ എടുക്കുന്നില്ല. അപ്പോൾ വെള്ളമെല്ലാം പറ്റി അത്യാവശ്യം നന്നായി മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ മെഴുക്ക് വരട്ടി റെഡി ആയിട്ടുണ്ട് കേട്ടോ. വെണ്ടയ്ക്ക് ഉപ്പേരിയും അങ്ങനെ റെഡിയായി. പെട്ടെന്ന് തന്നെ തയ്യാറാക്കില്ല. ഒരു സിമ്പിൾ ലഞ്ചാണ് കേട്ടോ ഇന്നത്തെ. ഒരുപാട് വിഭവങ്ങളൊന്നുമില്ല. ഈ 2 കറികൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ചൂട് ചോറ് വിളമ്പി ഊണ് കഴിക്കാം. നല്ല കുത്തരി ചോറിലേക്ക് കൊഞ്ച് തീയൽ. പിന്നെ വേറെ ഒന്നും ആവശ്യമില്ല അല്ലേ. കൊഞ്ച് തീയൽ ഉണ്ടെങ്കിൽ വേറെ എന്ത് വേണം? ഒന്നും ആവശ്യമില്ല. അപ്പോൾ കൊഞ്ച് തീയൽ ഒഴിച്ച് കൊടുത്തു. നല്ല ആവി പാറണ കൊഞ്ച് തീയലും ചോറും തന്നെ ധാരാളമാണ്. അതിലേക്ക് ഒരു ഭംഗിക്ക് എന്ന് പറഞ്ഞ പോലെ കുറച്ച് മെഴുക്ക് പുരട്ടി വെച്ച് കൊടുക്കാം. പിന്നെ പച്ചക്കറികളൊക്കെ നമ്മൾ ധാരാളം കഴിക്കുന്നത് നല്ലതല്ലേ. അതുകൊണ്ട് എപ്പോഴും ഒരു 2 കറി എല്ലാ വീടുകളിലും ഉണ്ടാവും മിക്കവാറും. ഇനി ഇതിലേക്ക് കുക്കുംബറും സവോളയും കുറച്ച് ചെറിയ ടൊമാറ്റോ കൂടിയിട്ടുള്ള ഒരു സലാഡും പിന്നെ നമ്മൾ അന്ന് ഉണ്ടാക്കി പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു നാരങ്ങ. ആ നാരങ്ങയാണ് കേട്ടോ അത്. ആ നാരങ്ങച്ചാറും കൂട്ടി നമുക്കൊരു പിടി പിടിച്ചാലോ. സൂപ്പറല്ലേ. അപ്പോൾ ഇന്നത്തെ ഈ ലഞ്ച് റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യണം. മാത്രമല്ല നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള റെസിപ്പികൾക്കായി ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഒപ്പം തന്നെ ബെൽ ബട്ടണും കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. എന്നാലേ ഞാനിടുന്ന റെസിപ്പികളുടെയൊക്കെ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. വേറൊരു ടേസ്റ്റിയും ഈസി ആയിട്ടുള്ള റെസിപ്പിയായി കാണാം. താങ്ക്